ജി ടി എഡ്യൂക്കേഷൻ സ്വാഗതം. നമുക്കറിയാം വരുന്ന തിങ്കളാഴ്ചയാണ് മാത്സ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഹെൽപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കുറച്ച് മോഡൽസും വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് SLC 2023 ഒരു എക്സാമിനേഷൻ്റെ പേപ്പറാണ്, പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം ടോട്ടൽ മാർക്ക് 80 നമ്മുടെ സമയം 2.5 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇറാഷണൽസ് ലൈക്ക് √2 √3 പൈയൊക്കെ അപ്രോക്സിമേഷൻസ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അത് പ്രത്യേകിച്ച് അത് ആൻസറായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് പയ്യോ √2 √3 ഒക്കെ വെച്ച് ചെയ്യേണ്ട വാല്യൂ കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് 1 മുതൽ 4 വരെ ഉള്ളതിൽ 1 തൊട്ട് 4 വരെയുള്ള 4 ക്വസ്റ്റ്യൻസിൽ 3 ചോദ്യം ആൻസർ ചെയ്താൽ മതിയാവും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 6 മാർക്കാണ് അവിടെ വരുന്നത്. പിന്നത്തെ ഇതെന്ന് പറയുന്നത് 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 4 ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 3 മാർക്കാണ്. അപ്പോൾ 4 × 3 12 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. പിന്നെ 8 മുതൽ അതായത് 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. നമുക്ക് 4 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. അങ്ങനെ 8 × 4 32. ഇനി അടുത്തത് എന്ന് പറയുന്നത് 22 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 5 മാർക്കാണ്. അപ്പോൾ അങ്ങനെ 6 × 5 30. ഇങ്ങനെയാണ് ടോട്ടൽ 80 മാർക്ക് വരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവർ മാത്സിന് 80-ൽ 80 വാങ്ങിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ തീരെ ബുദ്ധിമുട്ടുള്ളവർക്കും നന്നായിട്ട് ആവറേജ് ആയ എല്ലാവർക്കും ഹെൽപ്പ് ആണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 7, 13, 19 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7, 13, 19 എന്ന് പറയുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കാണാൻ എളുപ്പമാണ്. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക, ഇല്ലെങ്കിൽ മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കുക. 13-ൽ നിന്ന് 7 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 വരിക ആൻസർ. ഓക്കെ, ഇനി ഫൈൻഡ് ഇറ്റ്സ് 11th ടൈം. ഇതിൻ്റെ 11ാമത്തെ ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഇക്വേഷൻസിൽ നമുക്ക് കൊടുത്താൽ ഇതിൻ്റെ 11ാമത്തെ ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം an = a + n - 1 × d ആണ് ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7 ആണ്. n എന്ന് പറയുന്നത് 11th ടൈം ആണ്. അപ്പോൾ 7 + 11 - 1 × d. d എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 67 കിട്ടും. അപ്പോൾ 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, വെയ്റ്റ്സ് ഓഫ് 11 പ്ലെയേഴ്സ് ഓഫ് എ ഫുട്ബോൾ ടീം ആർ ഗിവൺ ഇൻ കിലോഗ്രാംസ്. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് വെയ്റ്റ്സ് ഓഫ് ദ പ്ലെയേഴ്സ്. അപ്പോൾ ഒരു ഫുട്ബോൾ ടീമിൽ 11 പ്ലെയേഴ്സിൻ്റെ വെയ്റ്റ് കിലോഗ്രാമിൽ തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ വെയ്റ്റിൻ്റെ മീഡിയൻ കാണണം. അപ്പോൾ മീഡിയൻ എന്തായാലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം ഉണ്ടാവും, ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ടാവും. നമ്മുടെ മറ്റു വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ കാണാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക? നമ്പറുകളെ അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 54 ആണ്. പിന്നെയുള്ള നമ്പർ 55 ആണ്. അപ്പോൾ ഇങ്ങനെ ചെറുത് മുതൽ വലുത് വരെ നമ്പറുകൾ എഴുതുക. എന്നിട്ട് ഇവിടെ മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഒറ്റ നമ്പർ മിഡിൽ നമ്പറായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മിഡിലുള്ള നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 നമ്പറും റൈറ്റ് സൈഡിൽ 5 നമ്പറും അങ്ങനെ 10 നമ്പറും നടുവിലുള്ള നമ്പർ മിഡിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 62 ആണ് മിഡിൽ നമ്പർ. അപ്പോൾ നമുക്കതിന് 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം, എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. ഈ ഒരു സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 120 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സർക്കിളിൽ നോക്കാതെ നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ടാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ബി വിത്ത് ഇൻ ദ അൺഷെയ്ഡഡ് പാർട്ട്. അപ്പോൾ അൺഷെയ്ഡഡ് പാർട്ടിൽ, ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടിൽ ഡോട്ട് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് വരുന്നത്? 1/3 എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ആദ്യം ചോദ്യം വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദ അൺഷെയ്ഡഡ് പാർട്ട്. അപ്പോൾ അൺഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 120 ഡിഗ്രിയാണ്. സർക്കിളിൻ്റെ മൊത്തം ഇതെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് വരിക. ഓക്കെ, അപ്പോൾ 120/360
അപ്പോൾ നമുക്കത് 1/3 എന്ന് കിട്ടും. അപ്പോൾ അൺഷെയ്ഡഡ് പാർട്ടിൽ ഉള്ള പ്രോബിലിറ്റി 1/3 ആണ്. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡോട്ട് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ ഷെയ്ഡഡ് പാർട്ടിലുള്ള പ്രോബിലിറ്റി കാണാൻ എന്ത് വേണം? ഷെയ്ഡഡ് പാർട്ടിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 360 നിന്ന് 120 കുറച്ച് കഴിഞ്ഞാൽ 240 ആയിരിക്കും. 240 ഡിവൈഡഡ് ബൈ 360, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 കിട്ടും. ഓക്കെ, അതിനെ ചെറുതാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടുള്ളവർ കമൻറ്റ് ചെയ്താൽ അത് നമ്മൾ ഇടാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ O ഉണ്ട്, AB, അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് 3 ആണ്. സർക്കിളിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ അതിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. AB സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ AB എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഒരു കോഡാണ്. അതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. AB ഇവിടെ തന്നിട്ടില്ല. കോഡ് AB മേക്സ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. കോഡ് AB സെൻറ്ററുമായിട്ട് ഒരു റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്നു. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്. ലെങ്ത് ഓഫ് AB ചോദ്യമാണ്. ABയുടെ ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 3√2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ O എന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഓയിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ AB-യുടെ ഇത് നമുക്ക് അറിഞ്ഞുകൂടാം. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ AB-നെ 2 ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ ഹൈറ്റ്. അപ്പോൾ 90 ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആംഗിളുകൾ എത്ര വരും? കാരണം ഇത് 2 റേഡിയസ് ആണ്, ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 കിട്ടണം. അപ്പോൾ 45 എന്നുള്ളതിൽ വരും. അപ്പോൾ നമുക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഇത് 45, ഇത് 45. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം 45 90 എന്ന ട്രയാങ്കിൾ 1:1 ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ 3√2 എന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഴുതിയിട്ടുള്ള, നമുക്ക് സമയക്കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് നമുക്ക് ബോർഡിൽ എഴുതിയിട്ട് അതിൻ്റെ ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ മറ്റ് വീഡിയോകളുണ്ട് ഈ ചാനലിൽ തന്നെ, ഇതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യം. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ലിങ്കും കൂടി അവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ നാളെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്സ് എല്ലാവർക്കും ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് കഴിയട്ടെ. അതിന് GT എഡ്യൂക്കേഷൻ കൊറ്റയുടെ വീഡിയോകൾ സഹായകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്ന മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.